നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുവൈറ്റിൽ പുതിയ നിയമം വരുന്നു. പ്രവാസികളാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക. അതായത് നിർമ്മാണ ആവശ്യങ്ങൾക്കായും പൊതു ആവശ്യങ്ങൾക്കും വേണ്ടി ഡ്രൈവിംഗ് ലൈസൻസ് നേടിയവർ ആ ലൈസൻസ് ഉപയോഗിച്ച് സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുന്ന കാര്യം ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് പരിഗണിക്കുന്നതായി അൽ ജരീദ പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ മേഖലയിലെ ഒരു മുൻനിര സ്ഥാപനം ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ ശുപാർശയാണ് അധികൃതർ പരിഗണിക്കാനിരിക്കുന്നത്. പൊതു ആവശ്യങ്ങൾക്കും നിർമ്മാണ ആവശ്യങ്ങൾക്കും വാഹനം ഓടിക്കാൻ അനുവാദമുള്ളവർ അവർക്ക് ലഭിച്ചിരിക്കുന്ന ലൈസൻസ് ആ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ അനുവദിക്കാവൂ എന്നതാണ് പുതിയ ശുപാർശ. ഇത് അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ തന്നെ അവർക്ക് സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കുന്നതല്ല. ഈ രീതിയിൽ നിർമ്മാണ പൊതു ആവശ്യങ്ങൾക്കായി അനുവദിക്കപ്പെട്ടിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസുകളുടെ എണ്ണം 2 ലക്ഷത്തിലേറെ വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. നിലവിൽ ഈ ലൈസൻസുകൾ ഉപയോഗിച്ച് സ്വകാര്യ വാഹനങ്ങളും ഇവർ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. 2 ലക്ഷത്തോളം ഡ്രൈവർമാർക്ക് ഇതിനുള്ള അനുമതി നിഷേധിക്കണമെന്ന ശുപാർശയാണ് അധികൃതർ പരിഗണിക്കുന്നത്. 2 ലക്ഷത്തിലേറെ ഡ്രൈവർമാർക്ക് സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിന് വിലക്കേർപ്പെടുത്തുന്നതിലൂടെ രാജ്യത്തെ ഗതാഗത കുരുക്കിന് വലിയ പരിഹാരം കണ്ടെത്താനാകുമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ. ഇതിനിടെ കുവൈറ്റിലെ പ്രവാസികളുടെ ഡ്രൈവിംഗ് ലൈസൻസുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം പറയുമ്പോഴും തത്വത്തിൽ നിരോധനം തുടരുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മുതിർന്ന ട്രാഫിക് ഉദ്യോഗസ്ഥരുടെ ശുപാർശയോടെ മാത്രമേ പ്രവാസികളുടെ ലൈസൻസുകൾ പുതുക്കി നൽകുന്നുള്ളൂ എന്നും അൽ ജരീദ പത്രം വ്യക്തമാക്കി. ലൈസൻസ് പുതുക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ വാസ്തവവിരുദ്ധമാണെന്നും കഴിഞ്ഞ ദിവസം ആഭ്യന്തര മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു. രാജ്യത്ത് അനധികൃത ലൈസൻസുകൾ കണ്ടെത്തി ക്യാൻസൽ ചെയ്യുന്ന പരിപാടിയുടെ ഭാഗമായി പ്രവാസികളുടെ ലൈസൻസുകൾ പുതുക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചതായുള്ള വാർത്തകൾക്കുള്ള പ്രതികരണമെന്ന നിലയ്ക്കായിരുന്നു മന്ത്രാലയത്തിന്റെ പ്രസ്താവന. എന്നാൽ മന്ത്രാലയത്തിന്റെ വാദം ശരിയല്ലെന്നാണ് അൽ ജരീദ പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രവാസികളുടെ ലൈസൻസ് പുതുക്കുന്നതിനുള്ള വിലക്ക് 6 ഗവർണറേറ്റുകളിലും നിലവിലുണ്ടെന്നും പ്രത്യേക കേസുകളിൽ മാത്രമാണ് അന്വേഷണ വിധേയമായ മുതിർന്ന ഉദ്യോഗസ്ഥർ പുതുക്കാൻ അനുമതി നൽകുന്നതെന്നും പത്രം വ്യക്തമാക്കി. ലൈസൻസ് പുതുക്കി ലഭിക്കേണ്ടവർ ട്രാഫിക് വിഭാഗം ഓഫീസിൽ നേരിട്ടെത്തി മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ രേഖകൾ ഹാജരാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ലൈസൻസ് പുതുക്കി നൽകുകയും ചെയ്യുന്ന രീതിയാണ് നിലവിൽ അനുവർത്തിക്കുന്നത്. അപേക്ഷകരുടെ ജോലി, ശമ്പളം, വിദ്യാഭ്യാസ യോഗ്യത തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് ലൈസൻസ് പുതുക്കി നൽകുന്നത്. ഇത് അഴിമതിക്കും സ്വജനപക്ഷപാതത്തിലും വഴി വയ്ക്കുമെന്നും പത്രം റിപ്പോർട്ട് ചെയ്തു. ആഭ്യന്തര മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ട്. ഇതുമായി ബന്ധപ്പെട്ട ട്രാഫിക് വിഭാഗം ഉദ്യോഗസ്ഥർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളതായും പത്രം ചൂണ്ടിക്കാണിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.